യേശുക്രിസ്തു മാത്രമേ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനുള്ളൂ പിതാവിൻ്റെ അടുത്ത്. അതാ പറഞ്ഞ താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി യേശുക്രിസ്തു പക്ഷപാതം ചെയ്തു. അപ്പൊ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ആരുണ്ട്? വേറെ ആരെങ്കിലും ഉണ്ടോ? ആരും പോയിട്ടില്ല. നിങ്ങൾ പറയുന്ന പോലെ ഈ മറിയ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ചെന്നിട്ടില്ല. പൗലോസ് പോലും അവിടെ ചെന്നിട്ടില്ല. ഇപ്പം ഇതൊക്കെ ലോകാവസാനത്തിൽ ന്യായവിധിക്ക് ശേഷം മാത്രമേ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കത്തുള്ളൂ. ഇപ്പോൾ യേശുക്രിസ്തു അല്ലാതെ ആരും സ്വർഗത്തിൽ പിതാവിന്റെ കൂടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ സമയം അത് ലോകാവസാനത്തിൽ മാത്രമേ പൗലോസ് ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗീയ പ്രവേശനം സാധ്യമാകത്തുള്ളൂ. അവരും മറ്റെവിടെയോ സൂക്ഷിക്കപ്പെടുന്നുണ്ടാവാം. അതിനെപ്പറ്റി ബൈബിൾ എനിക്ക് അത്ര വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞു, അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് അമർന്നു. എന്നിട്ട് എബ്രായലേഖനം പറഞ്ഞു, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക്, അപ്പൊ യേശുക്രിസ്തുവിൽ കൂടെ ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി യേശുക്രിസ്തു പിതാവിനോട് അപേക്ഷിക്കും. അപ്പം എല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു അപേക്ഷിക്കുമോ? ദൈവത്തെ അന്വേഷിക്കുന്ന, യേശുക്രിസ്തു മൂലം ദൈവത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ യേശുക്രിസ്തു അവിടെ പക്ഷപാതം ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ മരിച്ചവരുടെ കല്ലറയിലോ പരിമല തിരുമേനിയുടെ കബറിടത്തിലോ അല്ലെങ്കിൽ ശബരിമലയിലോ മറ്റെവിടെയെങ്കിലും ദൈവത്തെ എന്നവണ്ണം അന്വേഷിച്ചാലും യേശുക്രിസ്തുവിനെ കൊണ്ട് എനിക്ക് പ്രയോജനമില്ല. യേശുക്രിസ്തു എനിക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യത്തില്ല. സ്വർഗത്തിൽ ഇവ മാത്രമേ ഉള്ളൂ. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞാലേ പിതാവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കത്തുള്ളൂ. യേശുക്രിസ്തു നോ എന്ന് പറഞ്ഞാൽ നോ പിതാവ്. യേശുക്രിസ്തു എന്നെ പറ്റി യേസ് എന്ന് പറഞ്ഞാൽ യേസ്. കാരണം സകല അധികാരങ്ങളും യേശുക്രിസ്തുവിനാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ ഒരുത്തൻ നിഷേധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനടുത്ത് എല്ലാം പറ്റുമോ? ഇല്ല. അവൻ പറഞ്ഞ എന്താണ്? പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നതിനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അപ്പൊ യേശുക്രിസ്തു ഒരാളെ പിതാവിന്റെ സന്നിധിയിൽ കൊണ്ടുപോയി നിർത്തിയാൽ അവന് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാനാകത്തുള്ളൂ. അതുകൊണ്ടാണ് പുത്രനെ നിഷേധിക്കുന്നതിന് ദൈവം ഇല്ല.